പുത്തരിക്കണ്ടം മൈതാനിയിൽ നടക്കുന്ന വാർഡ് തല നേതൃസംഗമത്തെ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ അഭിസംബോധന ചെയ്യും. തിരുവനന്തപുരം, കൊല്ലം, ആലപ്പുഴ, പത്തനംതിട്ട ജില്ലകളിലെ വാർഡ് സമിതി അംഗങ്ങൾ ഈ യോഗത്തിൽ പങ്കെടുക്കും. കൂടുതൽ വിശദാംശങ്ങൾ പങ്കുവയ്ക്കുന്നു PS വിനയ. വിനയ, എന്തൊക്കെയാണ് ഏറ്റവും പുതുതായി നമുക്ക് ലഭ്യമാകുന്ന വിവരം? പരിപാടിയുടെ ആവേശം എത്രത്തോളമാണ്? പ്രവർത്തകർ എന്തൊക്കെ പ്രത്യാശയാണ് പങ്കുവയ്ക്കുന്നത്? ആദിത്യൻ, ഒരുപാട് വർഷങ്ങൾക്ക് ശേഷം BJPക്ക് സംസ്ഥാനത്ത് ഒരു കമ്മിറ്റി ഓഫീസ്, ഒരു കാര്യാലയം വരികയാണ്. സ്വന്തമായിട്ട് ഒരു പുതിയ കാര്യാലയം വരുന്നു. അതിൻ്റെ ആവേശം എല്ലാ പ്രവർത്തകരിലുമുണ്ട്. ഇവിടെ പുത്തരിക്കണ്ടം മൈതാനത്ത് വാർഡ് തല നേതൃ സംഗമം ആണ് നടക്കുന്നത്. ആലപ്പുഴ, കൊല്ലം, തിരുവനന്തപുരം, പത്തനംതിട്ട ജില്ലകളിൽ നിന്നുള്ള 36,000 വാർഡ് തല പ്രതിനിധികളാണ് ഈ നേതൃയോഗത്തിൽ പങ്കെടുക്കുന്നത്. ആ സമ്മേളനം 11:30-ക്കാണ് ആരംഭിക്കുക. അതിനുള്ള എല്ലാ ഒരുക്കങ്ങളും ഇവിടെ തയ്യാറായി കഴിഞ്ഞു. നമ്മൾ സ്റ്റേജാണ് ഇപ്പോൾ ക്യാമറയിൽ കാണിക്കുന്നത്. അവിടെ അതിന്റെ ഒരുക്കങ്ങളെല്ലാം തന്നെ നടക്കുകയാണ്. അതോടൊപ്പം തന്നെ നേതൃസംഗമത്തിൽ പങ്കെടുക്കേണ്ട ആളുകൾ 36,000 പ്രവർത്തകർ ഈ സംഗമത്തിൽ പങ്കെടുക്കുമെന്നാണ് BJP അറിയിച്ചിട്ടുള്ളത്. അവര് ഓരോരുത്തരായി ഈ വേദിയിലേക്ക്, സദസ്സിലേക്കും എത്തിക്കൊണ്ടിരിക്കുകയാണ്. അതോടൊപ്പം തന്നെ 4 ജില്ലകളിൽ നിന്നുള്ളവർ നേരിട്ട് പങ്കെടുക്കുമ്പോൾ മറ്റ് 10 ജില്ലകളിൽ നിന്നുള്ള ഈ വാർഡ് തല പ്രതിനിധികളും അതോടൊപ്പം തന്നെ മറ്റ് പഞ്ചായത്ത് തലം മുതൽ ജില്ലാതലം വരെയുള്ള പാർട്ടിയുടെ നേതാക്കളുമെല്ലാം തന്നെ വെർച്വലായി ഈ യോഗത്തിൽ പങ്കെടുക്കും. അതായത് 1.5 ലക്ഷം പ്രവർത്തകർ ആകെ നോക്കിയാൽ ഈ യോഗത്തിൽ പങ്കെടുക്കുന്നു എന്നുള്ള കാര്യമാണ് BJP അറിയിച്ചിരിക്കുന്നത്. അതിനുള്ള എല്ലാ ഒരുക്കങ്ങളും തന്നെ ഇവിടെ പൂർത്തിയായി കഴിഞ്ഞു. BJP ഓഫീസ് ഉദ്ഘാടനത്തിന് ശേഷം ആഭ്യന്തരമന്ത്രി അമിത്ഷാ ഇങ്ങോട്ടേക്ക് എത്തും. അതിനുശേഷം ഈ വാർഡ് തല പ്രതിനിധികളെ അഭിസംബോധന ചെയ്തുകൊണ്ട് അദ്ദേഹം സംസാരിക്കും. പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിലേക്ക് പാർട്ടിയെ ഒരുക്കുക എന്നുള്ള കാര്യം, അത് സംബന്ധിച്ചുള്ള മുന്നൊരുക്കങ്ങളാണ് BJP നടത്തിക്കൊണ്ടിരിക്കുന്നത്. തീർച്ചയായിട്ടും തദ്ദേശ തിരഞ്ഞെടുപ്പ് ലക്ഷ്യം വെച്ചുകൊണ്ടുള്ള ഒരു വലിയ നീക്കത്തിലേക്ക് കടക്കുമെന്ന സൂചന നമുക്ക് ലഭ്യമായിട്ടുണ്ട്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട മറ്റെന്തെങ്കിലും വിവരങ്ങൾ ലഭ്യമായിട്ടുണ്ട്? ഇന്ന് ഈ ഒരു മുന്നൊരുക്കത്തിന് ശേഷം എന്തൊക്കെ മാറ്റമായിരിക്കും ഉണ്ടാവുക? പ്രത്യേകിച്ചും കഴിഞ്ഞ ദിവസം പുതുമുഖങ്ങൾക്ക് ഈ യുവ നിരയ്ക്ക് വലിയ പ്രാതിനിധ്യം നൽകിയ ഒരു പട്ടിക പ്രസിദ്ധീകരിച്ച ഒരു സാഹചര്യത്തിൽ കൂടി എന്തൊക്കെയാണ് അതുമായി ബന്ധപ്പെട്ട് നമുക്ക് ലഭ്യമാകുന്നത്?